Hi dears, welcome to Wings Academy's online classes. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയിലെ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കുറച്ച് പഠിക്കാനും ഉണ്ട് നമുക്ക്. അപ്പോൾ എന്താണ്, അതെല്ലാം പഠിച്ചിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വീഡിയോ കാണാനായിട്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, നമ്മുടെ ആനുവൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എന്ത്, ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് ആണത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം അല്ലേ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോന്നായിട്ട് വായിച്ച മക്കൾ എന്താണ് പറഞ്ഞേക്കുന്നത്, ഐഡന്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. എല്ലാ തവണയും ചോദിക്കാറുള്ള പോലെ തന്നെ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് തെരഞ്ഞെടുത്ത് ബാക്കിയുള്ളവർ എന്ത് എഴുതാനാണ് പറഞ്ഞേക്കണ, കോമൺ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കണ അല്ലെ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, ഏതൊക്കെയാണ് മക്കളെ ഒന്ന് വായിച്ചാൽ 4 ഓപ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത്. നിൽഗിരി താർ, ലയൺ ടെയിൽഡ് മക്കാക്യു, ഡോഡോ, മലബാർ സിവറ്റ് കാറ്റ്. എന്നിട്ട് ഓഡ് വൺ ആയിട്ടുള്ള ഏതാന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏതായിരിക്കും മക്കളെ ഓഡ് വൺ ആയിട്ട് വന്നേക്കുന്നത്? ഇറ്റ് ഈസ് ഡോഡോ. ഡോഡോയാണ് ഇതിനകത്തായിട്ട് വന്നേക്കുന്നത്, ഓഡ് വൺ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ബാക്കി 3 ആൾക്കാർ എന്തായിരിക്കുള്ളൂ? നിൽഗിരി താർ, ലയൺ ടെയിൽഡ് മക്കാക്യു, മലബാർ സിവറ്റ് കാറ്റ്. ഈ 3 ആൾക്കാരെ പ്രത്യേകത എന്താണെന്നറിയോ മക്കളെ? ഇവര് endangered species ആണെന്ന് നമുക്ക് പറയാം അല്ലെ, endangered animals ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, they are endangered animals. എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ എന്താ, വംശനാശം സംഭവിക്കാൻ പോകുന്ന ജീവികൾ. ഇവർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ല, മര്യാദക്ക് സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്ത് പോകും മക്കളെ, എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? നിൽഗിരി താറ്, ലയൺ ടെയിൽഡ് മക്കാക്യു, മലബാർ സിവറ്റ് കാറ്റ്. പക്ഷെ ഡോഡോയുടെ പ്രത്യേകത എന്താ ഇതിനകത്ത്? ഡോഡോ എന്ന് വെച്ചാൽ ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള ആനിമൽ ആണ് അല്ലെ, അല്ലെങ്കിൽ ജീവിയാണ് അല്ലെ. ഓക്കെ, ഡോഡോ എന്ന് വെച്ചാൽ ഓൾറെഡി വംശനാശം സംഭവിച്ചു പോയൊരു ജീവിയാണ് എന്ത്, ഡോഡോ. പക്ഷെ ബാക്കി 3 ആൾക്കാരാണെങ്കിലോ അവര് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അപ്പൊ ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ. ദ ഓഡ് വൺ ഈസ് ഡോഡോ, അതേഴ്സ് ആർ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് എഴുതിയാൽ മതി കേട്ടാ. 1 മാർക്ക് കിട്ടും ട്ടാ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് പെയർ തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി റിസർവ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 4 ആൾക്കാരെയും കണ്ടപ്പോൾ തന്നെ ഇവർ എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഏത് ഭാഗത്താണ് മക്കൾ ഈ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഇൻ സിറ്റു കൺസർവേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ട്ടാ. എവിടെ നിന്നാണ് മക്കൾ എന്ന് പറഞ്ഞേ? ഇൻ സിറ്റു കൺസർവേഷൻ. ജീവികളെ എന്താണ് അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ വളർത്തുന്ന ആ ഒരു ഹാബിറ്റേറ്റിനെ പറഞ്ഞ പേരെന്ത്, ആ ഒരു മെത്തേഡിനെ പറഞ്ഞ പേരെന്ത്, ഇൻസിറ്റു കൺസർവേഷൻ. അതിനകത്താണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതിനകത്ത് വരുന്ന 4 സാധനങ്ങൾ, 4 മെത്തേഡ് ഭാഗങ്ങളാണ് എന്ത്, കമ്മ്യൂണിറ്റി റിസർവ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇതിനകത്ത് ഏതാണ് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത് തൊട്ടപ്പുറത്ത് അല്ലെ. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ സാധനങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, കറക്റ്റ് പേര് ഏതൊക്കെയാന്ന് നോക്കിയേ. കമ്മ്യൂണിറ്റി റിസർവ് പെപ്പാര. കമ്മ്യൂണിറ്റി റിസർവ് പെപ്പാരയിലാണോ കാണുന്നത്? അല്ല അല്ലെ. കമ്മ്യൂണിറ്റി റിസർവ് ആകപ്പാട് 2 സ്ഥലങ്ങളുണ്ട് അല്ലെ. മറ്റേ കടലുണ്ടി പറഞ്ഞില്ലേ, എവിടെയൊക്കെയാ ഉള്ളത്? കോഴിക്കോടും ഉണ്ട്, മലപ്പുറം ഉണ്ട്, അവിടെ ഉള്ളൂ, പെപ്പാരയിലില്ല അല്ലെ. നാഷണൽ പാർക്ക് സൈലന്റ് വാലി പറഞ്ഞേക്കണ ശരിയല്ലേ. നാഷണൽ പാർക്ക് എവിടെ കാണാൻ പറ്റും? സൈലന്റ് വാലിയിൽ കാണാനായിട്ട് പറ്റും. ബയോസ്ഫിയർ റിസർവ് വയനാട്. ബയോസ്ഫിയർ റിസർവ് വയനാടാണോ ഉള്ളത്? നിൽഗിരീസിലുണ്ട്, അഗസ്ത്യാർകൂടത്തിലുണ്ട് അല്ലേ. വയനാട് ഉണ്ടോ? ഇല്ല. അടുത്തയിലാണെങ്കിലോ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് കാണുന്നത്? പെരിയാർ. പറഞ്ഞേക്കുന്നത് ശരിയാണല്ലേ. വൈൽഡ് ലൈഫ് സാങ്ച്വറി നമുക്ക് എവിടെ കാണാൻ പറ്റും? പെരിയാർ കാണാനായിട്ട് പറ്റും. അപ്പൊ 2 ആൻസേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? നാഷണൽ പാർക്ക് സൈലന്റ് വാലിയിലും വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാറും ആണെന്ന് മനസ്സിലായി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ 1 മാർക്കിന്റെ ഒരു ആൻസർ മാത്രമല്ല ഉണ്ടാവുക കേട്ടാ. ഓക്കെ, 2 ആൻസർ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഒരെണ്ണത്തിന് 1/2 മാർക്ക് വെച്ചിട്ട് എന്താണ് 1 മാർക്കിന് 2 ആൻസർ വരുന്ന ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടില്ല അല്ലെ. അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടപ്പാ. ഓക്കെ, ഇതൊന്ന്, ഇത് 2, ഇത് 3. ഇതാണ് അണ്ടർലൈൻ ചെയ്ത് തന്നേക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻസ് ആർ ദ എക്സാമ്പിൾ ഓഫ് ഇൻ സിറ്റു കൺസർവേഷൻ. സുവോളജിക്കൽ ഗാർഡൻ, സൂ, നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ, മൃഗശാല, അത് ഇൻസിറ്റു കൺസർവേഷന്റെ ഒരു എക്സാമ്പിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ മക്കളെ? ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണോ സുവോളജിക്കൽ പാർക്ക്? അല്ല, അത് തെറ്റാണല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്? കാട്ടിൽ നിന്നും അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ മൃഗങ്ങളെ പിടിച്ചെന്ത് ചെയ്യാണ്, നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്താണ്.
അവരുടെ ഹാബിറ്റേറ്റിൽ നിന്നും ആ ജീവികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കി അവരെ വളർത്തുകയാണ് ചെയ്യണത് അല്ലേ. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കുള്ളൂ? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റു കൺസർവേഷൻ. എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞേ? എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. കമ്മ്യൂണിറ്റി റിസർവ് ആർ ദ ഏരിയാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക്. പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി നടത്തുന്ന ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗത്തിന്റെ പറഞ്ഞ പേരാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസർവ്. ശരിയാണോ? ആ പേര് തന്നെ ഉണ്ടല്ലേ, കമ്മ്യൂണിറ്റി, പബ്ലിക്. ശരിയാണ്. അപ്പൊ അത് ശരിയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ബയോസ്ഫിയർ റിസർവ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് എക്സെട്ര ഓഫ് എൻ ഏരിയ. എന്താണ് പറഞ്ഞേക്കുന്നത്? ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തേക്കാണ് വൈൽഡ് ലൈഫ്സിനെ, അതായത് മൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്തേക്കാണ്. മൃഗങ്ങളെ മാത്രമല്ല, അവിടെ വേറെ എന്തൊക്കെയും കൂടി ഉണ്ടല്ലോ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. ശരിയാണോ? അത് അല്ല അല്ലെ. ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്റ്റ് ഏരിയ പ്രൊട്ടക്ഷൻ ആണ്. നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ബയോസ്ഫിയർ റിസർവ്. അപ്പൊ ഈ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യലും ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ പറഞ്ഞ പേരെന്താ മക്കളെ? ആ ഒരു മെത്തേഡിനെ പറഞ്ഞ പേര് എന്ത്? നാഷണൽ പാർക്ക്. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞേ? നാഷണൽ പാർക്ക് എന്നാണ് പറയാം. നാഷണൽ പാർക്കിലാണ് എന്തൊക്കെ കാണാൻ പറ്റും? വൈൽഡ് ലൈഫിനെ കാണാൻ പറ്റും, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കാണാൻ പറ്റും, നാച്ചുറൽ റിസോഴ്സസ് കാണാൻ പറ്റും, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കാണാനൊക്കെ പറ്റും. അങ്ങനെ എല്ലാം കാണുന്ന ഭാഗമാണ് മക്കളെ എന്ത്? നാഷണൽ പാർക്ക്. ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ വാസ്റ്റ് ഏരിയാസ്. നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങളെ പറഞ്ഞ പേരെന്ത്? ബയോസ്ഫിയർ റിസർവ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ് കേട്ടാ, പഠിക്കാണ്ട് പോവരുത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി. ഇവിടെയും എന്ത് തന്നെയാണ്? അതേ മോഡലിൽ തന്നെ വേറെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടാ. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്തിട്ടില്ല? അണ്ടർലൈൻ ചെയ്തിട്ടില്ല അല്ലേ? Okay, correct mistake if any in the underlined part of the following statement. Okay, എന്താണ് പറഞ്ഞേക്കുന്നത്? ഡോഡോ ഇസ് എൻ എക്സ്റ്റിങ്ക്ട് ഓർഗാനിസം. ഡോഡോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വംശനാശം സംഭവിച്ച ജീവിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ മക്കളെ? ശരിയാണ്. ഓക്കെ. പാലോട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻ സിറ്റു കൺസർവേഷൻ. പാലോട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡൻ അത് ഇൻ സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണോ? അല്ല. സുവോളജിക്കൽ പാർക്ക് ആയാലും ബൊട്ടാനിക്കൽ പാർക്ക് ആയാലും അതെന്തിന് എക്സാമ്പിൾ ആണ് മക്കളെ? ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റു കൺസർവേഷൻ. ഇതിന് എക്സാമ്പിൾ ആണ്, എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. ഇൻഡോ ബർമ റീജിയൻ ഈസ് ആൻ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇൻഡോ ബർമ റീജിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന്റെ എക്സാമ്പിൾ ആണ് എന്നാണോ? ആണോ? ശരിയാണ്. ഓക്കെ അല്ലേ? ഒറ്റ തെറ്റേ വന്നിട്ടുള്ളൂ അല്ലെ. അപ്പുറത്തിലാണെങ്കിലോ 2 തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു തെറ്റും വരാൻ ചാൻസ് ഉണ്ട്, 2 തെറ്റ് വരാനും ചാൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സംഭവം, പക്ഷെ ഇതേപോലെ 2 തെറ്റുകളും 1 തെറ്റും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ബി ആൻഡ് സി കോളംസ് ഇൻ അക്കോർഡിംഗ് ടു കോളം എ. കോളം എക്ക് അനുസരിച്ച് ബിയും സിയും തിരുത്തിയതാണ് പറഞ്ഞേക്കുന്നത്, മാറ്റിയതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. അതായത് ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങള് പോപ്പുലേഷൻ ഉള്ള ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസ് കാണുള്ളൂ. ഓക്കെ, അത് ഏതാണ് മക്കളെ? അത് നാഷണൽ പാർക്ക് ആണോ? അല്ല. പോപ്പുലേറ്റഡ് ഏരിയാസ് പറയുമ്പോ തന്നെ നിങ്ങൾ ആലോചിച്ചോ, അവിടെ കുറെ ജനങ്ങളുണ്ട്, അവരുടെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ ഒരു സ്ഥലം ഉണ്ടാവുക അല്ലെ. ആ ഒരു സ്ഥലം ഏതാണ് മക്കളെ? ഒരുപാട് ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് ആണ് അതിനെ പറഞ്ഞ പേര് കേട്ടാ. പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞാൽ വാക്കി തന്നെ തന്നെ ജനസംഖ്യ, ജനങ്ങളുള്ള സ്ഥലം. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി റിസർവ് എവിടേക്ക് കാണാന്നറിയോ? കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ എന്താണ് തന്നേക്കുന്നത്? നോർത്ത് ഈസ്റ്റ് ഹിമാലയ അല്ല, നിൽഗിരിസ് അല്ല, കടലുണ്ടി. ശരിയാണ്, കടലുണ്ടിയാണ് കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ഏരിയ. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കണ്ടോ ഉറപ്പിച്ചോ മക്കളെ? അതെന്തായിരിക്കുള്ളൂ? ഇറ്റ് ഈസ് നാഷണൽ പാർക്ക്. ഓക്കെ, എക്സാമ്പിൾ എന്താണെന്നറിയോ? നാഷണൽ പാർക്കിന് എക്സാമ്പിൾ എന്താണ് മക്കളെ? എന്താണ് എക്സാമ്പിൾ? സൈലന്റ് വാലി. സൈലന്റ് വാലി ആണ് അതിന് എക്സാമ്പിള്. ഇനി ഏരിയാസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ബട്ട് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ. അതായത് ഓൾറെഡി ഒരു എന്താ പറയാ ഒരുപാട് സ്പീഷീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീഷണി.
വാസസ്ഥലം നഷ്ടപ്പെടുന്നുള്ള ഒരു ഭീഷണി നേരിടുന്ന ജീവികളുള്ള സ്ഥലം. അത് നമ്മൾ എന്താ പറയാ, നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. എന്താ പറയുന്നത് പറഞ്ഞേ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ത്രെറ്റ് ഓഫ് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് നിങ്ങൾ കേട്ടാ ഉറപ്പിച്ചു അതെന്തായിരിക്കുള്ളൂ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആയിരിക്കും കേട്ടോ. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അതിന് എക്സാമ്പിൾ ആണ് മക്കളെ എന്ത്, നോർത്ത് ഈസ്റ്റ് ഹിമാലയ. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അതിന്റെ സൈഡിൽ ഒരു വയലറ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്താണെന്നും വരുന്നുണ്ട്. ഓക്കെ അല്ലേ, അതും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചോദിക്കുന്ന സാധനം ഉണ്ട് എന്ത് മക്കളെ, റെഡ് ഡാറ്റ ബുക്ക്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളതും എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത എക്സ്പാൻഡ് WWF ആൻഡ് IUCN. WWF-ഉം IUCN-ഉം എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, അതായത് വലുതാക്കി എഴുതാം. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല, എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. WWF എന്താണ് മക്കളെ WWF-നെ പറഞ്ഞ പേര്? എന്താ WWF-നെ പറയാ? ഇറ്റ് ഈസ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിനെ പറഞ്ഞ പേര് മക്കളെ എന്ത്, WWF. അങ്ങനെയെന്നുണ്ടെങ്കിൽ IUCN എന്താണെന്ന് പറഞ്ഞ മക്കളെ, എന്താണ് IUCN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IUCN എന്തായിരിക്കുള്ളൂ, ഇറ്റ് ഈസ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, നേച്ചറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ യൂണിയനെ പറഞ്ഞ പേര് മക്കളെ എന്ത്, IUCN. അതേപോലെ നേച്ചറിന് വേണ്ടിയിട്ടുള്ള കുറെ വേൾഡ് വൈഡ് ഫണ്ടുകൾ ഉണ്ടാക്കുന്നതിന് പറഞ്ഞ പേര് എന്ത്, WWF. ഓക്കെ, ഇവർ രണ്ടുപേരെയും ഒറിജിൻ എവിടെ നിന്നാണെന്നറിയോ? ഇവർ രണ്ടുപേരെയും ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെ മക്കളെ, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഇതുണ്ടായി വന്നേക്കുന്നത് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പോവാ. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൻ ഫുഡ് ചെയിൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്കൊരു ഫുഡ് ചെയിൻ എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ. A എന്ന് പറഞ്ഞൊരു ഫുഡ് ചെയിൻ ഉണ്ട്, B എന്ന് പറഞ്ഞൊരു ഫുഡ് ചെയിൻ. ടീച്ചർ ഒന്ന് ജസ്റ്റ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. A ഉണ്ട്, B ഉണ്ട്. ഓക്കെ, എയിൽ എന്താ പറഞ്ഞേക്കുന്നത്, പാഡി, ഹെന്ന്, ഫോക്സ്, ലയൺ. പാഡിന് ആര് കഴിക്കും, ഹെന്ന് കഴിക്കും. ഹെന്നിന് ആര് കഴിക്കും, ഫോക്സ് കഴിക്കും. ഫോക്സിന് ആര് കഴിക്കും, ലയൺ കഴിക്കും. ബിയിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഗ്രാസ്, ഡീർ, ടൈഗർ. ഗ്രാസിന് ആര് കഴിക്കും, ഡീർ കഴിക്കും. ഡീറിന് ആര് കഴിക്കും, ടൈഗർ കഴിക്കും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത്. ഇൻ ദിസ് ഫുഡ് ചെയിൻ A ആൻഡ് B, A-B പറയുന്ന രണ്ട് ഫുഡ് ചെയിനിലും ലയൺ ആൻഡ് ടൈഗർ ബിലോങ്ങിങ് ടു വിച്ച് ട്രോപ്പിക് ലെവൽ. ഏത് ട്രോപ്പിക് ലെവലിലാണ് ടൈഗറും ലയണും അടങ്ങിയിട്ടുള്ളത്? ട്രോപ്പിക് ലെവൽ പറയാൻ വളരെ സിമ്പിൾ ആണ് കേട്ടാ. ഓക്കെ, ഒന്നാമത്തെ ആള് എവിടെ ആയിരിക്കുള്ളൂ, ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. രണ്ടാമത്തെ ആളപ്പം എന്തായിരിക്കും, സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. മൂന്നാമത്തെ ആൾ എന്തായിരിക്കുള്ളൂ, തേർഡ് ട്രോപ്പിക് ലെവൽ. ലയൺ എന്തായിരിക്കുള്ളൂ, ഫോർത്ത് ട്രോപ്പിക് ലെവൽ. ഇത്രേ ഉള്ളൂ കേട്ടോ. ട്രോപ്പിക് ലെവൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ടാണ് എണ്ണി പോവാ, അതാണ് എന്ത് പറയുന്നത്, ട്രോപ്പിക് ലെവൽ. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ, എയില് ആരുടെ ചോദിച്ചിരിക്കണേ, ലയന്റെ ആണ് ചോദിച്ചിരിക്കണേ. പറ മക്കളെ, എയില് ലയന്റെ ട്രോപ്പിക് ലെവൽ എന്ത് വെച്ചാൽ എന്ത് പറയണോട് മക്കളെ, ലയൺ ഏത് ട്രോപ്പിക് ലെവലിലാണ്, ഓൺ ദ ഫോർത്ത് ട്രോപ്പിക് ലെവൽ. ഫോർത്ത് ട്രോപ്പിക് ലെവലാണ് ആരെ കാണാൻ പറ്റുക, ലയണിനെ കാണാൻ പറ്റുക. അടുത്ത ആരാ ചോദിച്ചേക്കണേ, ടൈഗർ. ടൈഗർ എവിടെയാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഏത് ട്രോപ്പിക് ലെവലാണെന്ന് പറഞ്ഞ മക്കളെ, ടൈഗർ ഓൺ ദ തേർഡ് ട്രോപ്പിക് ലെവൽ. കിട്ടിയില്ലേ പറഞ്ഞത്, തേർഡ് ട്രോപ്പിക് ലെവലിലാണ്. ഇത് ഫുൾ എഴുതണോട്ടാ. തേർഡ് ട്രോപ്പിക് ലെവലിലാണ് ആരെ കാണാൻ പറ്റുക, നമുക്ക് ടൈഗറിനെ കാണാനായിട്ട് പറ്റുക. കിട്ടിയില്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ, ഇൻ എ ഹൂ ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ. എയില് ആരാണ് സെക്കൻഡറി കൺസ്യൂമർ? അത് ഏതാണ്ട് ടീച്ചർ എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഇതൊന്ന് വായിക്കാണ് കേട്ടാ. എയില് ആരാണ് സെക്കൻഡറി കൺസ്യൂമർ എന്നാ ചോദിച്ചേക്കണേ. എയിൽ ആരായിരിക്കും മക്കളെ സെക്കൻഡറി കൺസ്യൂമർ? എയില് എപ്പോഴും ഫസ്റ്റ് വരുന്ന ആൾക്കാർ നമ്മൾ എന്താ പറയാറ്, ഫസ്റ്റ് വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലെ. ചെടികളാണ് എപ്പോഴും ഫസ്റ്റ് വരാം. അവരെപ്പോഴും ഫോട്ടോസിന്തസിസ് നടത്തി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അവർ നമ്മളെപ്പോഴും എന്താ പറയാ,
പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുക. എന്താ പറയുന്നത് പറഞ്ഞ മക്കളെ? പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? കൺസ്യൂമർ എന്ന് പറയാം. അത് തന്നെ 3 ടൈപ്പ് ഇല്ലേ? ഫസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡ് കഴിക്കുന്നവരാണെങ്കിൽ സെക്കൻഡറി കൺസ്യൂമർ, തേർഡ് കഴിക്കുകയാണെങ്കിൽ ടെർഷറി കൺസ്യൂമർ. പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യത്തെ ആൾക്കാർ എപ്പോഴും എന്തായിരിക്കുമല്ലോ? പ്രൊഡ്യൂസേഴ്സ് ആണ്. അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നവരാണ് അല്ലെ? മെയിൻ ആയിട്ട് ആരായിരിക്കുള്ളത്? വരാ ചെടികളായിരിക്കും. അവരെ കഴിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ്. അത് തന്നെ 3 ടൈപ്പ് ഇല്ലേ? ആദ്യം കഴിക്കുകയാണെങ്കിൽ പ്രൈമറി കൺസ്യൂമർ, രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ സെക്കൻഡറി കൺസ്യൂമർ, മൂന്നാമത് കഴിക്കുകയാണെങ്കിൽ ടെർഷറി കൺസ്യൂമർ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എയില് സെക്കൻഡറി കൺസ്യൂമർ ആരാണ്? എയില് സെക്കൻഡറി കൺസ്യൂമർ ആരാ പറഞ്ഞു? പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമർ. ആരാണ് മക്കളെ വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫോക്സ്. സെക്കൻഡറി കൺസ്യൂമർ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ് മക്കളെ? ഫോക്സ് ആണ്. ഓക്കെ. ഇനി ഇൻ ബി ഹു ആർ പ്രൊഡ്യൂസേഴ്സ്. ബിയില് പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ബിയില് പ്രൊഡ്യൂസർ ആരാ? പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ എപ്പോഴും ഫസ്റ്റ് വരുന്ന ആൾക്കാരാണ് എന്ത് പറയാ? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം അല്ലെ? ഉണ്ടാക്കുന്നവരാണ് പ്രൊഡ്യൂസർ എന്ന് പറയാ. ആരാണ് മക്കൾ ഇവിടെ ഉണ്ടാക്കുന്നവര്? ഗ്രാസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എയില് ഫോക്സ് ആണെങ്കിൽ ബിയിൽ ആരായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ ആയിട്ട് ആരാ വരാ? ഗ്രാസ്. ഗ്രാസ് ആണ്. കിട്ടിയില്ലേ? പറഞ്ഞത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടാ. ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഡയഗ്രാം നോക്കി ഇതേപോലെ ഒന്ന് എഴുതി വെച്ച ആൻസർ ചെയ്താൽ സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? രണ്ടല്ല എത്ര മാർക്കാണ്? 3 മാർക്ക് കിട്ടും കേട്ടാ. ഓക്കെ. ആദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തേന് 1 മാർക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടാ. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പഠിക്കാം. സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടാ. ഓക്കെ. ഓക്കെ. ഇത്രയും ക്വസ്റ്റൻ ഉള്ളൂ. അപ്പൊ നോക്കിയേ എന്താണ്? നമ്മൾ ഫസ്റ്റ് തന്നെ ട്രോപ്പിക് ലെവലിന്റെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ കൺസ്യൂമർ പ്രൊഡ്യൂസേഴ്സ് ആരാന്ന് പഠിച്ചു. WWF IUCN എന്താന്ന് പഠിച്ചു. ഇതൊക്കെ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തതിൽ ഭൂരിഭാഗവും എവിടെന്നാ ചോദിച്ചേക്കണേ? ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്തോരം ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ. ഇത് കൂടാതെ നിങ്ങൾ നോക്കി പോകേണ്ട സാധനം മക്കൾ എന്ത്? റെഡ് ഡാറ്റ ബുക്ക്. ഇത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട മക്കൾ എന്ത്? ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്. ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് എത്ര ഉണ്ടെന്ന് അറിയോ? 5 ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നമുക്കുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പ്രിഡേഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്, കമൻസാലിസം ഉണ്ട്, പിന്നെന്താണ്? മ്യൂച്വലിസം ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ പ്രിഡേഷൻ, പാരസൈറ്റിസം, കമൻസാലിസം, മ്യൂച്വലിസം, കോമ്പറ്റീഷൻ. 5 ഉണ്ട് കേട്ടോ. മറന്നു പോകരുത്. ടീച്ചർ ഇറക്കം മറന്നുപോയി. ഓക്കെ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? പ്രിഡേഷൻ, പാരസൈറ്റിസം, കമൻസാലിസം, മ്യൂച്വലിസം, കോമ്പറ്റീഷൻ. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വിത്ത് എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. വിത്ത് എക്സാമ്പിൾ. ഓക്കെ. ഇത് പഠിച്ചു പോവാ കേട്ടാ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ മക്കളെ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? എല്ലാം ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷന്റെ ക്വസ്റ്റൻസ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ? അത് കൂടാതെ നമ്മൾ അവിടെ വേറെ സാധനത്തിനെ കുറിച്ച് പഠിച്ചില്ല. ഡോഡോ എന്താ? എക്സ്റ്റിങ്ക്ട് ഓർഗാനിസം എന്ന് പറഞ്ഞു. അതേപോലെ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള വേറെ 2 ഓർഗാനിസംസ് ഇല്ല. ഏതൊക്കെയാണ്? പാസഞ്ചർ പീജിയനും പിന്നെന്താണ്? പാസഞ്ചർ പീജിയൻ, ഡോഡോ, പിന്നെ ഏതാണ്? ക്വാഗ എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? നമ്മൾ കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ച് പഠിച്ചില്ലേ? ആരൊക്കെയാണ് എൻഡേഞ്ചേർഡ് ആയിട്ട് പോകുന്നത്, ആരൊക്കെയാണ് എക്സ്റ്റെൻഡ് ആയി പോകുന്നത്, അതൊക്കെ നോക്കി പോവാട്ടാ. ഓക്കെ. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആനുവൽ എക്സാമിന് ഇതിന്നും തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി ജനറേഷൻ പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുക. അപ്പൊ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമ്മുടെ ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതാ. താങ്ക് യു.